നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യത്തിന് പച്ചക്കറികൾ പ്രധാനമാണ്. പല നിറങ്ങളിൽ പലതരം പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് പ്രധാനമാണ്. എന്നാൽ പലപ്പോഴും പച്ചക്കറികൾ ആരോഗ്യത്തിന് പകരം അസുഖങ്ങളാണ് നൽകുന്നത്. ഇവയിൽ അടിക്കുന്ന കെമിക്കലുകൾ തന്നെയാണ് ഇതിന് കാരണമാകുന്നത്. പച്ചക്കറികളിലെ വിഷാംശത്തിന് കാരണം പ്രധാനമായും കീടനാശിനികളും രാസവസ്തുക്കളുമാണ്. ഇവ ദീർഘനാൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കീടനാശിനികൾ ഉപയോഗിച്ച് വളർത്തിയ പച്ചക്കറികളിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടാകാം. പണ്ടൊക്കെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്ന ചീരയും വള്ളിപ്പയറും വെണ്ടയ്ക്കയും ഒക്കെയായിരുന്നു കറികൾക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മറുനാടുകളിൽ നിന്നെത്തുന്ന പച്ചക്കറികളെയാണ് നാം കൂടുതലായി ആശ്രയിക്കുന്നത്. ഇവയിലെല്ലാം തന്നെ മാരകമായ കീടനാശിനികൾ പ്രയോഗിക്കുന്നുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പല പച്ചക്കറികളിലും അടിക്കുന്ന വിഷാംശം നീക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. ടാപ്പ് തുറന്ന് ഒഴുകുന്ന വെള്ളത്തിൽ 5-6 തവണയെങ്കിലും നമ്മളിത് കഴുകാൻ ശ്രദ്ധിക്കുക. കഴുകിയതിന് ശേഷം തൊലി കളയുന്നതാണ് നല്ലത്. അത് പച്ചക്കറിയുടേതായാലും പഴങ്ങളുടേതായാലും. കറിവേപ്പിലയും പുതിനയിലയും വിനാഗിരി ലായനിയിലോ അല്ലെങ്കിൽ വാളൻപുളി ലായനിയിലോ 15 മിനിറ്റ് നമ്മൾ മുക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് കഴുകിയെടുക്കാം. ഇതല്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർത്തിയ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. മല്ലിയിലയുടെ ചുവട് ഭാഗം വേരോടെ മുറിച്ച് കളയണം. ശേഷം ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ നേരിയ കോട്ടൺ തുണിയിലോ ഇത് പൊതിയുക. ഇത് പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കറിവേപ്പിലയും ഇതേ രീതിയിൽ വൃത്തിയാക്കുന്നതാണ് നല്ലത്. വെള്ളം കളഞ്ഞ് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. വെള്ളരി, പാവയ്ക്ക, വെണ്ട, വഴുതന തുടങ്ങിയ പച്ചക്കറികൾ വൃത്തിയാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് പച്ചക്കറികൾ മൃദുവായി ഉരയ്ക്കുക. നമ്മൾ വേറൊന്നിനും ഉപയോഗിക്കാതെ ഈ പച്ചക്കറി കഴുകുന്നതിനായിട്ട് നമ്മളൊരു ചെറിയ ബ്രഷ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം പലതവണ ഇത് നമ്മൾ കഴുകണം. പിന്നീട് വാളൻപുളി ലായനിയിലോ അല്ലെങ്കിൽ വിനാഗിരി ലായനിയിലോ ഇത് മുക്കി വയ്ക്കാം. ഇവിടെയും പകരം ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർത്തിയ വെള്ളം ഉപയോഗിക്കാം. ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് വെള്ളം തുടച്ച് നമുക്ക് സൂക്ഷിക്കാം. പച്ചമുളക്, ക്യാപ്സിക്കം, തക്കാളി, ബീൻസ് എന്നിവ എങ്ങനെ വൃത്തിയാക്കാമെന്നും കൂടി നോക്കാം. ഇവ വിനാഗിരി ലായനിയിലോ വാളൻപുളി ലായനിയിലോ മുക്കി വയ്ക്കുക. അതിനുശേഷം പലതവണ കഴുകിയെടുക്കുക. ഇതല്ലെങ്കിൽ ഇവിടെയും പകരം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർത്തിയ വെള്ളം ഉപയോഗിക്കാം. വെള്ളം വാർന്നു പോകാൻ സുഷിരങ്ങളുള്ള പാത്രത്തിൽ ഒരു രാത്രി ഇത് നമുക്ക് വയ്ക്കാം. പിന്നീട് ഞെട്ട് അടർത്തി മാറ്റി കോട്ടൺ തുണി ഉപയോഗിച്ച് വെള്ളം തുടച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമുക്ക് അടച്ചിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. മുരിങ്ങ, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവയിലെ വിഷാംശം കളയാൻ നന്നായി നമ്മൾ ഇത് കഴുകണം. ശേഷം വെള്ളം വാർന്നു പോകാനായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുഷിരങ്ങളുള്ള പാത്രത്തിൽ ഇത് വയ്ക്കുക. പിന്നീട് കോട്ടൺ തുണി ഉപയോഗിച്ച് ഈ ജലാംശം തുടച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതല്ലെങ്കിൽ ഇവിടെയും നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർത്തിയ വെള്ളം ഉപയോഗിക്കാം. നെല്ലിക്ക, പയർ, പടവലം എന്നിവ വൃത്തിയാക്കാൻ നമ്മൾ മൃദുവായ സ്ക്രാപ്പ് പാഡ് ഉപയോഗിച്ച് രീതിയിൽ കഴുകുക. വിനാഗിരി ലായനിയിലോ വാളൻപുളി ലായനിയിലോ ഇത് മുക്കി വയ്ക്കാം. അതിനുശേഷം വെള്ളത്തിൽ പലവട്ടം കഴുകി വെള്ളം തുടച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. ഇതുമല്ലെങ്കിൽ ഇവിടെയും നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർത്തിയ വെള്ളം ഉപയോഗിക്കാം. ഇതുകൂടാതെ കീടനാശിനികളുടെ വിഷാംശം കളയാനായി ചില പ്രത്യേകതരം ലായനികളും നമുക്ക് ഉപയോഗിക്കാം. 20 മില്ലി വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തയ്യാറാക്കുന്ന വിനാഗിരി ലായനി പച്ചക്കറിയെ വിഷമുക്തമാക്കാൻ ഉപയോഗിക്കാം. 20 ഗ്രാം വാളൻപുളി 1 ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ചെടുക്കുന്ന ലായനിയും നല്ലതാണ്. കൂടാതെ ടാമറിൻഡ് പേസ്റ്റ് ലായനി 2 ചെറിയ സ്പൂൺ പേസ്റ്റ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തയ്യാറാക്കിയും ഉപയോഗിക്കാം. ഇലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ ഇവയിലേതെങ്കിലും ലായനിയിൽ 10 മിനിറ്റ് മുക്കി വച്ച ശേഷം നന്നായി കഴുകി ഉപയോഗിക്കാം. പഴവർഗ്ഗങ്ങൾ കഴിയുന്നതും നന്നായി കഴുകി തൊലി നീക്കം ചെയ്ത് ഉപയോഗിക്കണം. മുന്തിരിയിലാണ് ശക്തമായ രീതിയിൽ കീടനാശിനി പ്രയോഗം നടത്താറുള്ളത്. മുന്തിരി ഉപയോഗിക്കുന്നതിന് മുൻപ് ഉപ്പും മഞ്ഞളും ചേർത്ത് ലായനിയിലോ അല്ലെങ്കിൽ വിനാഗിരി ലായനിയിലോ 10 മിനിറ്റെങ്കിലും മുക്കി വെച്ച ശേഷം കഴുകി ഉപയോഗിക്കാം. മാരകമായ തരത്തിലുള്ള കീടനാശിനികളാണ് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഓർഗാനോ ഫോസ്ഫേറ്റ്സും അതുപോലെ കാർബമേറ്റ്സുമാണ് ഒരു വിഭാഗം. ഡയസിനോൺ, ഫെൻതയോൺ, മാലത്തയോൺ,
തുടങ്ങിയവ ഈ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികളാണ്. രാസവസ്തുക്കൾ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ഈ കീടനാശിനികൾ വളരെ ചെറിയ അളവിലാണെങ്കിലും ദീർഘനാൾ ശരീരത്തിനുള്ളിലെത്തുമ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കീടനാശിനികളോടൊപ്പം തന്നെ കളനാശിനികളും അപകടകരമാണ്. ദീർഘനാൾ കീടനാശിനികൾ ശരീരത്തിൽ എത്തിച്ചേരുന്നത് പലതരം ക്യാൻസറുകൾക്ക് കാരണമാകുമെന്നും സൂചനയുണ്ട്. ജനിതക വ്യതിയാനങ്ങൾ വരുത്തിയും ഹോർമോൺ തകരാറുകൾ ഉണ്ടാക്കിയുമൊക്കെയാണ് ഇവ അർബുദത്തിന് വഴിയൊരുക്കുന്നത്. രക്താർബുദം, സ്തനാർബുദം, ലിംഫോമ, ശ്വാസകോശാർബുദം, അണ്ഡാശയ ക്യാൻസർ തുടങ്ങിയവയൊക്കെ കീടനാശിനികൾ മൂലം ഉണ്ടാകുമെന്നാണ് അനുമാനം. നമ്മുടെ ശരീരത്തിലെത്തിച്ചേരുന്ന ഈ വിഷവസ്തുക്കൾ അടുത്ത തലമുറയെ പോലും വെറുതെ വിടുന്നില്ല. അമ്മയിൽ നിന്നും മുലപ്പാലിലൂടെ ഇവ ശിശുക്കളിലേക്ക് എത്തുന്നു. അതേസമയം ജൈവ പച്ചക്കറികൾ എന്ന ലേബലിൽ വിപണിയിലെത്തുന്നവയിലും കീടനാശിനികളുടെ കാര്യത്തിൽ കുറവൊന്നുമില്ലെന്നും നമ്മൾ ഞെട്ടലോടെയാണ് അറിഞ്ഞത്. വീടുകളിൽ തന്നെ ആവശ്യമുള്ള പച്ചക്കറികൾ നട്ടുവളർത്താൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.